കേരളത്തെ ഞെട്ടിച്ച അന്താരാഷ്ട്ര അവയവക്കടത്ത് കേസിൽ നിർണായക വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. കേസിൽ പ്രതി സാബിത് നാസർ മുഖ്യ സൂത്രധാരകനാണെന്നാണ് പോലീസ് കണ്ടെത്തൽ. അവയവ കച്ചവടത്തിനായി മനുഷ്യക്കടത്ത് നടത്തിയ കേസിൽ ഇയാൾ ഇടനിലക്കാരനല്ലെന്നും അവയവക്കടത്തിൽ കൂടുതൽ ഇരകൾ ഉണ്ടായിട്ടുണ്ടെന്നതടക്കമുള്ള വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. അവയവ കച്ചവടത്തിനായി ഹൈദരാബാദ്, ബംഗളൂരു എന്നിവിടങ്ങൾക്ക് പുറമെ ഡൽഹിയിൽ നിന്നും സാബിത് നാസർ ആളുകളെ കടത്തിയിട്ടുണ്ടെന്നും പോലീസ് കണ്ടെത്തലിൽ വ്യക്തമാകുന്നു. ഇയാൾ പണം വാങ്ങിയതിന്റെ തെളിവുകൾ അന്വേഷണ സംഘം മൊബൈൽ ഫോണിൽ കണ്ടെത്തിയിട്ടുണ്ട്. ഈ ഫോൺ ഫോറൻസിക് പരിശോധനയ്ക്ക് വിധേയമാക്കും. അവയവക്കടത്ത് സംഘത്തിലെ പ്രധാനികൾ ഉത്തരേന്ത്യക്കാരാണെന്നും സാബിത് കൊച്ചിയിലെ സാബിത്തിന്റെ സുഹൃത്ത് എന്നിവരാണ് അവയവക്കടത്തിലെ പ്രധാന കണ്ണികളെന്നും അന്വേഷണ സംഘം വ്യക്തമാക്കുന്നു. രാജ്യാന്തര അവയവ കച്ചവട റാക്കറ്റിൽപ്പെട്ട ഒരാൾ നേരത്തെ മുംബൈയിൽ പിടിയിലായിരുന്നു. തുടർന്ന് കേസിൽ മലയാളിയായ സാബിത് നാസറിന് പങ്കുണ്ടെന്ന വിലയിരുത്തലിൽ അന്വേഷണം ഇയാളിലേക്ക് തിരിയുകയായിരുന്നു. കഴിഞ്ഞ 3 വർഷമായി കൊച്ചി, കുവൈറ്റ്, ഇറാൻ റൂട്ടിൽ സ്ഥിരമായി യാത്ര ചെയ്തിരുന്ന പ്രതി അവയവ കച്ചവടത്തിനായി ആളുകളെ കൊണ്ടുപോയെന്ന് കണ്ടെത്തി. ഇക്കഴിഞ്ഞ ദിവസമാണ് കേസിലെ പ്രതി സാബിത് നാസർ കൊച്ചി നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിൽ വെച്ച് പോലീസിന്റെ പിടിയിലാകുന്നത്. അവയവക്കടത്തിനായി ആളുകളെ കൊണ്ടുപോയി തിരികെ വരും വഴിയാണ് സാബിത് നാസർ അറസ്റ്റിലായത്. തൃശൂർ വലപ്പാട് സ്വദേശിയാണ് സാബിത്. ആദ്യം നെടുമ്പാശ്ശേരിയിൽ നിന്ന് കുവൈറ്റിലേക്കും അവിടെ നിന്ന് ഇറാനിലേക്കുമാണ് ഇയാൾ ആളുകളെ കൊണ്ടുപോയിരുന്നത്. ഇരകളെ കള്ളം പറഞ്ഞ് വിശ്വസിപ്പിച്ച് വിദേശത്തേക്ക് കടത്തി വൃക്ക കച്ചവടമാണ് ഇയാൾ നടത്തി വന്നിരുന്നത്. കേസിൽ 5 വർഷത്തിനിടെ രാജ്യത്തെ പല സംസ്ഥാനങ്ങളിൽ നിന്നും പ്രതി ദാതാക്കളെ ഇറാനിലെത്തിച്ചെന്ന് വിവരം പുറത്തു വന്നിരുന്നു. ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ നിന്നുള്ളവരെ അടക്കം ഇറാനിലെ ഫരീദ് ഖാൻ ആശുപത്രിയിൽ ശസ്ത്രക്രിയക്കെത്തിച്ച് സ്വീകർത്താവിൽ നിന്ന് പണം വാങ്ങിയെടുത്തു. രാജ്യാന്തര മാഫിയ സംഘങ്ങളുടെ പങ്ക് സംശയിക്കുന്ന കേസിൽ കേന്ദ്ര ഏജൻസികളും അന്വേഷണം തുടങ്ങിയിട്ടുണ്ട്. അവയവക്കടത്ത് നിരോധന നിയമപ്രകാരമാണ് ഇയാൾക്കെതിരെ കേസെടുത്തിരിക്കുന്നത്. അന്താരാഷ്ട്ര മാഫിയയുടെ ഭാഗമാണ് ഇയാളെന്നും പോലീസ് അനുമാനിക്കുന്നു. അങ്ങനെയെങ്കിൽ കേസിൽ വരും ദിവസങ്ങളിൽ കൂടുതൽ പേർ കുടുങ്ങുമെന്ന് തന്നെയാണ് സൂചന. വാർത്തകൾ വേഗത്തിലറിയാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.